ഇനി ഹയർ പർച്ചേസറുടെ ബുക്കിൽ വേറൊരു അക്കൗണ്ട് ആണ് ഹയർ വെണ്ടർ അക്കൗണ്ട്. അതുകൊണ്ടാണ് ഹയർ വെണ്ടർ അക്കൗണ്ട്. ഹയർ വെണ്ടർ എന്ന് പറഞ്ഞാൽ ശ്യാമയൻ കമ്പനി അക്കൗണ്ട്. ഇതേപോലെ നേരത്തെ പഠിച്ച മിഷണറി അക്കൗണ്ടിൽ അതേപോലെ തന്നെ ശ്യാമയൻ കമ്പനി അക്കൗണ്ട് എന്ന് നടുവിൽ എഴുതാം. അതിനുശേഷം ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. നേരത്തെ നമ്മൾ മിഷണറി അക്കൗണ്ട് അവിടുന്ന് ഡെബിറ്റ് സൈഡിൽ നിന്നല്ല തുടങ്ങിയത്. ഇത് എപ്പോഴും ക്രെഡിറ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. ക്രെഡിറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും ഫസ്റ്റ് മിഷണറി എഴുതിയിട്ട് ക്യാഷ് പ്രൈസ്, മിഷണറി എഴുതാം, ക്യാഷ് പ്രൈസ് എഴുതാം. പിന്നെ ബൈ ഇൻട്രസ്റ്റ്, ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എഴുതാം. ഓക്കെ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഹയർ വെണ്ടറുടെ അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആദ്യം ക്രെഡിറ്റ് സൈഡിൽ ബൈ അസറ്റ്, ഏത് അസറ്റ് ആണെച്ചാലും, ഇപ്പൊ ടെലിവിഷൻ ആണെച്ചാൽ ടെലിവിഷൻ, മിഷണറി ആണെച്ചാൽ മിഷണറി, മോട്ടോർ കാർ ആണെച്ചാൽ മോട്ടോർ കാർ, എന്താണെച്ചാലും ബൈ മിഷണറി അക്കൗണ്ട് എഴുതുക. എന്നിട്ട് ക്യാഷ് പ്രൈസ്, ഇവിടെ ക്യാഷ് പ്രൈസ് എഴുതുക. ബൈ ഇൻട്രസ്റ്റ്, ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ്. ഇത് രണ്ടെണ്ണമാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അതേപോലെ ഡെബിറ്റ് സൈഡിൽ രണ്ട് ക്യാഷ് വരുന്നുണ്ട്. ഒന്ന് ഡൗൺ പേയ്മെന്റിന്റെ ക്യാഷ് 2000, രണ്ടാമത്തെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിന്റെ എമൗണ്ട് 4000. ഫസ്റ്റ് ഇയറിൽ എപ്പോഴും ഡൗൺ പേയ്മെന്റ് കൂടി വരും. അതുകൊണ്ട് ഇത് 2000 ഡൗൺ പേയ്മെന്റ്, 2 ക്യാഷ് എന്നുള്ളത് ഇത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് രണ്ടും കൂടി കൂട്ടുക. അതിൽ നിന്ന് ഈ രണ്ട് എമൗണ്ട് കൂടി മൈനസ് ചെയ്ത എമൗണ്ട് ആണ് 7439. ഓക്കെ, ഒന്നും കൂടി പറയാം. ഇവിടെ നമ്മൾ മിഷണറി ഇൻട്രസ്റ്റ് എഴുതി, ഇതാണ് ക്രെഡിറ്റ് സൈഡ് എഴുതുന്നത്. ഇത് രണ്ടും എഴുതിയതിന് ശേഷം ഇവിടെ ഡൗൺ പേയ്മെന്റ് എഴുതി, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എഴുതി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്തതിൽ നിന്ന് 2000 4000 മൈനസ് ചെയ്ത 7439. ആ എമൗണ്ട് ആണ് ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞു വരുന്നത്. എന്നിട്ട് ടോട്ടൽ ചെയ്തിടുക. ഇവിടെ 13,439, ഇവിടെ 13,439, ഡബിൾ ലൈൻ ക്ലോസ് ചെയ്യും. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇപ്പൊ ബാലൻസ് ക്യാരിഡ് ഓൺ ഇവിടെ ക്രെഡിറ്റ് സൈഡിലല്ല, ഇവിടെ ഡെബിറ്റ് സൈഡിലല്ല വന്നിരിക്കുന്നത്. ഇതിന് അടുത്ത കൊല്ലത്തേക്ക് സെക്കൻഡ് ഇയറിലെ ആവുമ്പോൾ 91ലേക്ക് ആവുമ്പോൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ 7,439. ഇതേ എമൗണ്ട് തന്നെയാണ്, ഈ സെയിം എമൗണ്ട് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 7,439. പിന്നെ ബൈ ഇൻട്രസ്റ്റ്, ഇവിടെ പിന്നെ അസറ്റ് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഇൻട്രസ്റ്റ് സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ഇൻട്രസ്റ്റിന്റെ 372 ഇവിടെ എഴുതി. അതേപോലെ തന്നെ ഇവിടെ ഇനി ഡൗൺ പേയ്മെന്റ് വരില്ല. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 4000 ആണ്. അപ്പൊ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 4000 എഴുതി. നേരത്തെ ചെയ്ത് അതേപോലെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അതിന് 4000 മൈനസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് 3811. അതാണ് ബാലൻസ് ക്യാരിഡ് ഓൺ 3811. ഓക്കെ, അപ്പോ എന്നിട്ട് ടോട്ടൽ ചെയ്ത് ഡബിൾ ലൈൻ ചെയ്യും. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക, ഡബിൾ ലൈൻ ചെയ്യും. ഓക്കെ, തേർഡ് ഇയർ ആവുമ്പോഴും ഇതേപോലെ തന്നെ ഇവിടെ ക്യാരിഡ് ഔട്ട് ചെയ്ത എമൗണ്ട് 3811 അല്ലേ. ആ 3811 ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 3811. പിന്നെ ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 189. നമ്മൾ ആ വർക്കിംഗ് നോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എന്നുള്ള എമൗണ്ട് 189, ആ 189. പിന്നെ 2 ക്യാഷ്, തേർഡ് ഇൻസ്റ്റാൾമെന്റ് 4000 ആണ്. ആ 4000 എഴുതാം, 189. ഈ ബാലൻസ് ഫിഗർ എഴുതാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതും കൂടി നമ്മൾ വർക്കിംഗ് നോട്ട് ഡിഫറൻസ് ആണ് കഴിക്കുന്നത് 189 എന്നുള്ളത്. അതിവിടെ ഒന്നും കൂടി എടുത്ത് കഴിക്കുന്നത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ബാലൻസ് ഒന്നും ഇല്ല, ബാലൻസ് ക്യാരിഡ് ഓൺ ഒന്നും ഇല്ല. ഈ എമൗണ്ട് കിട്ടുന്നത് വർക്കിംഗ് നോട്ട് ഫസ്റ്റിലുണ്ട് 189. ആ 189 തന്നെ ഇവിടെ എഴുതുന്നത്. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4000 ആവും, ഇവിടെയും 4000 ആവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഹയർ വെണ്ടറുടെ അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയാണ് ചെയ്യുന്നത്.